ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ കുറേ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഈ 12-നായിരുന്നു കേട്ടോ നമ്മുടെ ഓണം സെലിബ്രേഷൻ. നമ്മുടെ സരിത മാം, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സരിത മാമും നമ്മുടെ സൂസൻ മാഡവുമാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആൻഡ് ഇനോഗ്രേഷനൊക്കെ ചെയ്തത്. പിന്നെ നമ്മുടെ നിംസ് മെഡിസിറ്റിയിലെ നമ്മുടെ മാനേജിങ് ഡയറക്ടർ നമ്മുടെ MS ഫൈസൽ ഖാൻ സാറിൻ്റെ വൈഫ് നമ്മുടെ വത്സല നിംസ് ഹോസ്പിറ്റലിലെ MD നമ്മുടെ ഫാത്തിമ മിസാജ് മാഡം. അപ്പം എല്ലാവരുമായിട്ടാണ് നമ്മുടെ ഇനോഗ്രേഷൻ കണ്ടക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ എല്ലാ സ്റ്റാഫ്സും ഉണ്ടായിരുന്നു. നമ്മൾ സെലിബ്രേഷൻ മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ പേഷ്യൻസും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. IP പേഷ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും അതുപോലെ സ്റ്റാഫ്സും എല്ലാവരുമായിട്ടുള്ള ഒരു നല്ലൊരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഓണം അറ്റ് വത്സല നിംസ് ഹോസ്പിറ്റലായിരുന്നു. ആൻഡ് നമ്മൾ തലേ ദിവസം അത്തപ്പൂക്കളത്തിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ വീഡിയോസ് എല്ലാം ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാർ ഇനോഗ്രേഷൻ ചെയ്തു. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് നമ്മുടെ ലാമ്പ് ലൈറ്റിംഗ് സെറിമണിയൊക്കെ നടത്തി. അതിനുശേഷം നമ്മുടെ ഓണം വിഷസ് ഒക്കെ എല്ലാവരും അറിയിച്ചു. അപ്പം അതിനുശേഷം നമ്മൾ ഈ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. നല്ല കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സ്വീറ്റ്സ് കൊടുക്കുന്നൊരു പതിവുണ്ടല്ലോ. അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. നമ്മുടെ ആശ മാഡം, അഡ്മിനിസ്ട്രേറ്റർ ആശ മാഡം ഉണ്ടായിരുന്നു. മാഡമാണ് ഈ പ്രോഗ്രാം എല്ലാം കോർഡിനേറ്റ് ചെയ്തതും ഒക്കെ. എല്ലാവരും ഒരു ഹാപ്പി മൂഡാണ്. സാധാരണ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഈ സിസ്റ്റേഴ്സും ഒക്കെ ഒരു ഹറിബറി ആയിരിക്കുമല്ലോ. എല്ലാവരും ഹാപ്പി മൂഡായിരുന്നു. പിന്നെ ആങ്കറിങ് ഒക്കെ ഞങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തുടക്കത്തിൽ തിരുവാതിരയോട് കൂടിയാണ്, വളരെ മനോഹരമായ തിരുവാതിരയായിരുന്നു നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി നടത്തിയത്. നല്ല ഒരു കോർഡിനേഷനും കാര്യങ്ങളായിരുന്നു കേട്ടോ. തിരക്കിനിടയിലും അവർ പ്രാക്ടീസ് എല്ലാം കണ്ടെത്തിയാണ് ഞങ്ങൾ ഓരോ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ തിരുവാതിര കളിയൊക്കെ കണ്ടു. ഇപ്പം സിസ്റ്റേഴ്സ് മാത്രമല്ല കേട്ടോ, എല്ലാ സ്റ്റാഫ്സും കൂടി മിക്സ്ഡപ്പ് ആയിട്ടുള്ള തിരുവാതിര കളിയായിരുന്നു. പിന്നെ നമുക്ക് ഈ പേഷ്യൻസിൻ്റെ തിരക്കിനിടയിലും അതുപോലെ ഡ്യൂട്ടി ഷിഫ്റ്റിൻ്റെ ഇടയിലൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അവർ ടൈം കണ്ടെത്തി എന്നുള്ളതാണ്. പിന്നെ എൻ്റെയും ജിനയുടെയും മനോഹരമായ പാട്ടുകളുണ്ടായിരുന്നു. മനോഹരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു സന്തോഷം കൊടുക്കുക. നമ്മൾ ഓണം കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് അതല്ലേ. അതിനുശേഷം ഞങ്ങൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യാത്ത നമ്മുടെ ഗ്രൂപ്പ് സോങ്ങാണ്. അതായത് നമ്മുടെ MD മാഡം, അഡ്മിനിസ്ട്രേറ്റർ മാഡം, അതുപോലെ നമ്മുടെ ഡോക്ടേഴ്സ്, അതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടി പാട്ടുപാടി. അതിനുശേഷം എല്ലാവരും ബലൂണൊക്കെ പിടിച്ച് ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ആർച്ച ചേച്ചി ഇപ്പോൾ പുറത്തോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഫെയർവെൽ പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് അതിൻ്റെ സങ്കടവും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പോകുന്നതിൻ്റെയൊക്കെ. ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓരോ പ്രോഗ്രാംസും ഗെയിംസും എല്ലാം നമ്മളൊരു ഹറിബറി ടൈപ്പ് ആയിരുന്നെങ്കിലും ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. എന്നാലും അതൊക്കെ കോപ്പപ്പ് ചെയ്ത് പോയി. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞില്ല, അതിനിടയ്ക്ക് ഡ്യൂട്ടി അതുപോലെ തന്നെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഈ പുതിയതായിട്ടുള്ള നമ്മുടെ കുറേ പരിപാടികളില്ലേ. അതായത് ഒരാൾ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുക, തിരിയുക, അതേ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക. അതായിരുന്നു ഞങ്ങൾ കളിച്ച നെക്സ്റ്റ് വൺ. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു, അതിനനുസരിച്ചിട്ട് ഓരോരുത്തർ ചെയ്തു. പിന്നെ നമ്മുടെ അഭിഷയുടെ അക്കൗണ്ട്സ് എല്ലാം ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം അഭിഷയുടെ ഒരു ഗംഭീരമായ ഡാൻസ് ഉണ്ടായിരുന്നു. സോളോ ഡാൻസ് ആയിരുന്നു. വളരെ കിടിലായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ഇത് ഞങ്ങൾ നെക്സ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് ബലൂൺ ഹോൾഡിംഗ് അല്ലേ, ബലൂൺ ഹോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് ആരാണോ എത്തുന്നത് അവർക്ക് പ്രൈസ്. അപ്പോൾ അങ്ങനെ വളരെ ഭയങ്കരമായിട്ടുള്ളൊരു ടഫ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മിസാജ് മാഡമൊക്കെ ഭയങ്കര പവറിലായിരുന്നു. അപ്പം എല്ലാവരും അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ അതിന് ശേഷമാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതെങ്കിലും ഇപ്പോഴും ആ ഒരു ഡേ എന്ന് പറയുന്നത് ഒരു അൺഫോർഗറ്റബിൾ തന്നെയാണ്. ഓരോ മൊമെൻറ്റ്സും എല്ലാവരും ഇപ്പോൾ ഞങ്ങൾ കയറിയതേ ഉള്ളൂ എങ്കിലും ലൈക്ക് വി ആർ ലൈക്ക് എ ഫാമിലി. അതായത് ഒരു കുടുംബം പോലെ തന്നെയാണ് നമ്മൾ പോകുന്നതുമൊക്കെ എല്ലാ കാര്യങ്ങളിലും. അതുപോലെ നെക്സ്റ്റ് ഞങ്ങൾ നെക്സ്റ്റ് ഓരോ റൗണ്ട്സാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തത്. ഓരോ റൗണ്ടിലും ഓരോ വിജയികൾ കാണും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ്, അതായത് 2 ടീംസും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻസ്. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുപോലെ നമ്മൾ പ്രൈസൊക്കെ കിട്ടി. ഓരോരുത്തരും നമ്മുടെ ഓരോ ടീമെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അവസാനമാക്കി. അപ്പോൾ അതെല്ലാം എടുത്തൊക്കെ വെച്ചായിരുന്നു. എല്ലാവരും അടുത്തടുത്ത സ്പിരിറ്റിലായിരുന്നു. അടുത്തെന്താ അല്ലെങ്കിൽ
ആദ്യം ടീമിൽ നെയിംസ് തരാത്തവരും പിന്നെ എനിക്കും കളിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റോടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇപ്പം പ്രായം ചെന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരായിക്കോട്ടെ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എല്ലാവർക്കും എൻജോയ് ചെയ്യേണ്ട ദിവസമായിരുന്നു. അങ്ങനെ വളരെ ഗംഭീരമായിട്ടായിരുന്നു ആ ഒരു ഗെയിം സെക്ഷനൊക്കെ പോയത്. അതിനുശേഷം ഞങ്ങൾ നേരെ പിന്നെ വീണ്ടും ഓരോ ഗെയിംസ്. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ തീരുമാനിച്ച കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ശരിക്കും ഒരു ഓണം വൈബായിരുന്നു. കുറച്ച് കാലം മുമ്പ്, അതായത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് എനിക്ക് കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മറക്കാൻ പറ്റിയത് എനിക്ക് ഈ ഒരു ഡേയിൽ കൊണ്ടാണ്. ജസ്റ്റ് പോയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഞങ്ങളോട് വലിയ കാര്യമായിരുന്നു. ഇത് നമ്മുടെ ചേച്ചിമാരുടെ പൂജാ ഡാൻസ് ആയിരുന്നു. ഇവർ മീൻസ് എല്ലാ തിരക്കിൻ്റെ ഇടയിൽ, എല്ലാ സ്റ്റാഫ്സും തിരക്കിൻ്റെ ഇടയിലായിട്ടോ ഇത്രയും ബെറ്ററായിട്ട് അവരെല്ലാം നല്ല യൂണിഫോമിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് പെട്ടെന്ന് ആർക്കും അങ്ങനെ തെറ്റിപ്പോയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ റീന ചേച്ചിയുടെ പാട്ട്, പിന്നെ ഓരോരുത്തരും വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു ടാലൻ്റ് അറിയാൻ പറ്റുന്നത് അപ്പോഴാണ്. പിന്നെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഗെയിമായിരുന്നു ഈ ഒരു ബലൂൺ പാസിൽ. അതിൽ കുറേ പേര് വീണു. അതുപോലെ അതായത് ബലൂൺ പിടിക്കാനുള്ളൊരു തത്രപ്പാടിൽ കുറേ പേര് വീഴുണ്ട്. എന്നാലും അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കളിച്ച് ലൈക്ക് എല്ലാവരും ഈ കുഞ്ഞു പിള്ളേരെ കണക്കായിരുന്നു അന്ന്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇപ്പം കമ്പയറിങ് ചെയ്യുന്നത് കൊണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമായിരുന്നു. റിയലി അത് എൻജോയ് ചെയ്യാൻ പറ്റി അവരുടെ ആ ടീം സ്പിരിറ്റും ഒക്കെ. അപ്പോൾ അടിപൊളി ഓണമായിരുന്നു. അപ്പോൾ ടാറ്റ, ടേക്ക് കെയർ.